ഇന്ന് യഹൂദ തെരുവിലാണ്. സോളമൻ്റെ ഭരണകാലത്ത് കേരളത്തിലേക്ക് കുടിയേറി എന്ന് പറയപ്പെടുന്ന ജൂതന്മാരുടെ തെരുവിൽ. അതെ, ഫോർട്ട് കൊച്ചി. കരകൗശല വസ്തുക്കളുടെ വ്യത്യസ്തമായൊരു ശേഖരം തന്നെയാണ് ഈ തെരുവിൽ. ജൂതത്തൊപ്പിയാണോ എന്ന സംശയം. നിരവധി കച്ചവടക്കാരാണ് വിദേശികളും സ്വദേശികളുമായി ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. അവർക്കുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുമുണ്ട്. യാന്ത്രികത കൈവരുന്ന ആകർഷണം ആളുകളിലെത്തിക്കാൻ കച്ചവടക്കാർ ശ്രദ്ധിക്കുന്നുമുണ്ട്. വ്യത്യസ്തമായ നിർമ്മിതികൾ, കാഠിന്യമേറിയ നിരവധി ലോഹങ്ങൾ കൊണ്ടാണ് ഓരോ കരകൗശല വസ്തുവിൻ്റെയും നിർമ്മാണം. ബുദ്ധനും ഗണപതിയും കുബേരനും കഥകളിയും ആനയും കുതിരയുമെല്ലാം ഓരോ കലാകാരൻ്റെയും കരകൗശല വൈവിധ്യമാണ് കാണിച്ചു തരുന്നത്. ധോക്ര പോലെയുള്ള ലോഹങ്ങൾ കൊണ്ടുള്ള നിർമ്മാണവും നിരവധിയായി ഇവിടെ കാണാം. മേനി മോഹിക്കുന്ന നിരവധി മാലകളും വളകളുമെല്ലാം ഇവിടെ ആകർഷിക്കുന്നുണ്ട്. ഗ്രാമങ്ങളിൽ നിന്ന് നഗരത്തിലേക്ക് കുടിയേറാൻ കാത്തിരിക്കുന്നവയാണിവ. ആവശ്യമില്ലാത്തതുകൊണ്ട് അതിൻ്റെ വിലവര പട്ടിക ഞാൻ ചോദിക്കാൻ പോയില്ല. വിദേശികളെ ആകർഷിക്കാനുള്ള സ്വദേശി വസ്ത്രങ്ങൾ മാത്രമല്ല, മറിച്ച് സ്വദേശികളെ ആകർഷിക്കാനുള്ള വിദേശ വസ്ത്രങ്ങൾ കൂടി ഈ തെരുവിൽ കാണാം. കേരളീയ രുചിക്കൂട്ടുകളെല്ലാം വളരെ വൃത്തിയിൽ അടക്കി ഒതുക്കി വെച്ചിരിക്കുന്നു. ആളുകളെ ആകർഷിക്കാനുള്ള എല്ലാ രീതികളും കച്ചവടക്കാർ ലഭ്യമാക്കുന്നുണ്ട്. ഇവരുടെ മടക്കയാത്ര സിനഗോഗിൽ നിന്നാണെന്ന് സംശയിച്ചു. എൻ്റെയുള്ള യാത്ര സിനഗോഗിലേക്കാണ്. നൂറ്റാണ്ടുകൾക്കിപ്പുറമുള്ള നിർമ്മിതികൾ സ്ഫുടതയോടെ കാണിക്കാൻ ആഗ്രഹവുമുണ്ട്. കേരളീയ സംസ്കാരത്തിൻ്റെ ഗന്ധം വിദേശികളെ സ്പർശിക്കുവാൻ വേണ്ടി വ്യത്യസ്തമായ സുഗന്ധദ്രവ്യ കുപ്പികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സുഗന്ധക്കൂട്ടുകൾ നിരവധി ഇവിടെ കാണാൻ ഇടയായി. വ്യത്യസ്തമായവ, വില കൂടിയവ, അതിനനുസരിച്ച് മൂല്യമുള്ളവ എല്ലാം ഈ തെരുവിലെ കാഴ്ചകളാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കേരളവുമായിട്ടുള്ള കച്ചവട വാണിജ്യ വ്യാപാര ബന്ധത്തിന് ജൂതന്മാർ തുടക്കം കുറിച്ചിരുന്നു. സോളമൻ്റെ രാജഭരണത്തിലാണ് കേരളത്തിലേക്ക് ജൂതന്മാരുടെ കുടിയേറ്റമെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ബാബിലോണിയൻ കാലത്താണെന്നും രണ്ടാം ക്ഷേത്രത്തിൻ്റെ നാശത്തിന് ശേഷമാണെന്നുമുള്ള ഭിന്നഭിപ്രായങ്ങൾ ചരിത്രകാരന്മാർ പല സ്ഥലങ്ങളിലായി വ്യക്തമാക്കുന്നുമുണ്ട്. അതെല്ലാം കാലം തെളിയിക്കട്ടെ. മരത്തടിയിൽ മായാജാലം കാണിച്ച ഈ കലാകാരന് വലിയൊരു കയ്യടി. ഈ ചിത്രങ്ങളെല്ലാം തന്നെ ഓരോ കലാകാരൻ്റെയും കഴിവുകൾ ഉണരുന്നതാണ്. പാർവതിയും ശിവനും സരസ്വതിയും സുബ്രഹ്മണ്യനും ശ്രീരാമനുമെല്ലാം വളരെ ശ്രേഷ്ഠമുള്ള കാഴ്ചകൾ തന്നെയാണ്. ശക്തി നിറഞ്ഞ മൂർത്തികളുടെ ഒരു വലിയ വിസ്മരണീയമാണ് ഈ ലോഹക്കൂട്ട്. ആയുധങ്ങളും ആൾബലവും മാത്രമല്ല, മറിച്ച് സൗഹൃദവും സംഘവുമെല്ലാം ഓരോ ലോകത്തിലും പ്രകടമായി തന്നെ കാണാം. മഴവില്ലഴകോളം ഇങ്ങനെയുള്ള നിർമ്മിതികളെല്ലാം തന്നെ മനസ്സിന് കുളിർമയേകുന്നു. ചലനങ്ങളും നിമിഷങ്ങളും വാരങ്ങളും കഴിഞ്ഞാലും കാലങ്ങളും കഴിഞ്ഞാലും ഓരോ കലാകാരൻ്റെയും ക്രാന്തദർശനം വളരെ പ്രകടമായി തന്നെ കാണാം. പഴയ തറവാടുകളിൽ കണ്ടുമറന്ന നിരവധി ശേഖരങ്ങൾ ഇവിടെയുണ്ട്. ആ ശേഖരങ്ങളുടെയെല്ലാം ഒരു വലിയ തുകയാണ് ഇവിടെ ഇവർ കാലങ്ങളോളം എടുത്തിരിക്കുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആസ്വാദകർക്കുള്ള ആശയവിനിമയങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കരകൗശല വിദ്യകളെല്ലാം മറ്റൊരു ആസ്വാദകന് ആഗ്രഹിക്കാനാവുമോ എന്ന് സംശയിച്ചതിൽ തെറ്റില്ല. വളരെ വൃത്തിയുള്ള പ്രതലങ്ങളാണ് കാണപ്പെടുന്നത്. യാതൊരു വിധത്തിലുള്ള മാലിന്യങ്ങളും ചുറ്റുപാടും കാണുന്നില്ല. പ്ലാസ്റ്റിക് ഇവിടെ കർശനമായി നിരോധിച്ചിരിക്കുന്നു. ടൂറിസത്തിൻ്റെ ഒരു മികച്ച വാതിൽ തുറന്നിടുകയാണ് ഈ തെരുവ്. സമാധാനപരമായ ഈ അന്തരീക്ഷത്തിലേക്ക് വാഹനങ്ങൾ ഒന്നും തന്നെ ഇവിടേക്ക് കടത്തിവിടുകയില്ല. ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നടന്നു തന്നെ വേണം നമുക്ക് സിനഗോഗിലേക്ക് എത്താൻ. നൂറ്റാണ്ടിൻ്റെ ചരിത്രമേറുന്ന സിനഗോഗിലേക്ക് അല്പസമയത്തിനകം എത്തും എന്നുള്ള സത്യം എന്നെ അഭിമാനവും ആശ്ചര്യമുള്ളവനാക്കി. ജാതിമതഭേദമന്യേ സിനഗോഗിലേക്ക് എല്ലാവർക്കും സന്ദർശന സൗകര്യം ലഭ്യമാണ്. വാഹനങ്ങൾ എല്ലാം തന്നെ വളരെ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ദശകങ്ങൾ നീണ്ടുനിന്ന ഈ സംസ്കാരത്തിന് സാക്ഷിയാവുവാൻ നിരവധി പേർ ഇവിടെ വന്നിട്ടുണ്ട്. സ്വന്തം ന്യായബോധത്തെയും താല്പര്യങ്ങളെയും ഭവനത്തിലെന്ന പോലെ ഒരു അതിഥിയെപ്പോലെ ഞാനും സിനഗോഗിലേക്ക് നടന്നു നീങ്ങി. 10 രൂപയാണ് ടിക്കറ്റ് ചാർജ്.
പാദരക്ഷകളൊന്നും ഉള്ളിലേക്ക് പ്രവേശനമില്ല. ഞാൻ വന്നപ്പോൾ തന്നെ അവിടെ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോയി. ഞാൻ വന്നതിൻ്റെ പരിഭവമാണോ അമ്മച്ചിക്കെന്ന് ഞാൻ ദുഃഖിച്ചു. ഇല്ല, അവർ എവിടെയും പോയിട്ടില്ല. സിനഗോഗിനെക്കുറിച്ചും അതിൻ്റെ സമകാലിക പ്രസക്തിയും അദ്ദേഹം വിശദീകരിക്കുകയാണ്. യഹൂദഭാഷ ഒട്ടും വശമില്ല. അറബിയോട് ഒരു സാമ്യം തോന്നി. യഹൂദർ ജീവിച്ചിരുന്നതിൻ്റെ ചരിത്ര സത്യങ്ങളും ലേഖനങ്ങളും തന്നെയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. സിനഗോഗിൻ്റെ സെമിത്തേരിയിൽ ശവകുടീരത്തിൽ സ്ഥാപിച്ചിരുന്ന ശിലാലിഖിതം എന്ന് കരുതപ്പെടുന്ന ഒരു ശേഷിപ്പ് ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ആൾത്താരുകൾ എല്ലാം തന്നെ ഭംഗിയുള്ളതാണ്. കൊത്തുപണികൾ, മച്ചിലെ ചിത്രപ്പണികൾ എല്ലാം കലാമൂല്യമുള്ളതാകുന്നു. 1565 സിനഗോഗിൻ്റെ നിർമ്മാണം നടന്നതെന്ന് കേരള സർക്കാരിൻ്റെ ആർക്കിയോളജിക്കൽ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് നിരവധി ജൂതരെ വകവരുത്തിയെന്നും 1980 കാലഘട്ടത്തിൽ ഇവിടെയുള്ള യഹൂദരെല്ലാം ഇസ്രായേലിലേക്ക് പലായനം ചെയ്യപ്പെട്ടുവെന്നും പറയപ്പെടുന്നു. കൂടാതെ കോമൺവെൽത്തിലെ ഏറ്റവും പഴയ മതമായ യഹൂദരെ ഡച്ചുകാരും പോർച്ചുഗീസുകാരുമെല്ലാം ആക്രമിച്ചിട്ടുണ്ടെന്നും ചരിത്രം പറയുന്നു. അഭയം തേടിവന്ന ജൂതരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച കൊടുങ്ങല്ലൂർ രാജാവിൻ്റെ ചരിത്രം രേഖാചിത്രത്തിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ജോസഫ് റബ്ബാൻ മുതൽ ജോസഫ് അബർ വരെയുള്ള കാലഘട്ടം ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദരുടെ മലയാളിച്ചയ ഒറ്റ നോട്ടത്തിൽ എല്ലാ ചിത്രങ്ങളിലും കാണാം. സിനഗോഗിൽ നിന്നുള്ള മടക്കത്തിലാണ്. ചരിത്രങ്ങൾ പലപ്പോഴും ആവർത്തിക്കപ്പെടുന്നതേയില്ല. ഇന്ത്യയിൽ സിനഗോഗുകളുടെ എണ്ണം കാലാന്തരത്തിൽ വളരെ കുറഞ്ഞു വരുന്നുണ്ട്. ഈ ചിത്രങ്ങളെല്ലാം തന്നെ സിനഗോഗിലും കാണാം. വർണ്ണക്കടലാസിൻ്റെ ആകർഷണത ഉള്ളതുപോലെ പലതിനും ജീവനുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാം. ഇദ്ദേഹമാണ് ഇതിൽ പലതിൻ്റെയും കർത്താവ്. യാത്രകൾ ചിലർക്ക് ആസ്വാദനമായി മാറുന്നത് കാഴ്ചയിലൂടെയാണ്, മറ്റു ചിലർക്ക് കാഴ്ചപ്പാടുകളിലൂടെ. അതൊരിക്കലും ജീവികളെയല്ല, മറിച്ച് മനുഷ്യരെ തന്നെയാണ് കൈക്കൊള്ളുന്നത്. സഹനത്തിലൂടെ, സന്ദർഭത്തിലൂടെ, സമാധാനത്തിലൂടെ, സന്തോഷത്തിലൂടെ വ്യത്യസ്തമായ വൈകാരിക മുഹൂർത്തങ്ങളെല്ലാം ഓരോ യാത്രയിലും എല്ലാം തന്നെ മനുഷ്യരെ തന്നെയാണ് സ്വാംശീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പല വസ്തുക്കളും ഇതായി മരത്തടിയിലൊക്കെ ഇങ്ങനെ കുത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ വൃത്തിയുള്ള ചുറ്റുപാടുകൾ. ആളുകളെല്ലാം തന്നെ അത് വൃത്തിഹീനമാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ തെരുവിലെ മറ്റൊരു സന്തോഷമുള്ള കാഴ്ച. തുണിത്തരങ്ങളെല്ലാം തന്നെ വളരെ വ്യത്യസ്തമാണ്. ഇതുപോലെയുള്ള കാഴ്ചകൾ കണ്ടിട്ടുള്ളത് ഗോവൻ തീരങ്ങളിലാണ്. എല്ലാവരും ഓരോ പ്രവൃത്തിയിലാണ്. ഒരു കൊച്ചിൻ്റെ ഫോട്ടോഷൂട്ടാണ്. ചൂടുകായാൻ വരുന്ന വിദേശികൾക്ക് ഉഷ്ണമൊന്നും പ്രശ്നമേയല്ല. അപ്പോഴാണ് മറ്റൊരു കാഴ്ച എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വളരെ രസമുള്ള ഒരു ഗെയിമാണ്. ഇതിൽ നിന്നും 6 പിടിച്ചെടുത്താൽ അത്ഭുതമായ സമ്മാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവൻ അതിനോടുള്ള പരിശ്രമത്തിലാണ്. മിടുക്കനാണ്. വളരെ ശ്രദ്ധയോടെ കളിക്കുന്നുണ്ട്. പല പ്രദർശനശാലകളിലും പൂരപ്പറമ്പുകളിലുമൊക്കെയാണ് ഇത്തരത്തിലുള്ള കളികൾ കണ്ടിരുന്നത്. എന്നാൽ ഈയൊരു കാഴ്ച വളരെ ആസ്വാദകമായി. ചുറ്റുമുള്ള പെൺകുട്ടികൾ എന്നെ നോക്കി കളിയാക്കുന്നു, പുഞ്ചിരിക്കുന്നു എന്നത് ഞാൻ ശ്രദ്ധിച്ചേയില്ല. കനത്ത പരാജയം ഏറ്റുവാങ്ങി ഒരു ചെറു പുഞ്ചിരിയോടെ ഞാൻ വിടവാങ്ങി. വിദേശികളെ ഭ്രമിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനത്തിന് മണമെല്ലാം മൂക്കിലടിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ പോലീസ് മ്യൂസിയമുണ്ട്. പഴയ പോലീസ് യൂണിഫോമുകൾ. അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളൊന്നും പരിമിതികൾ മൂലം പകർത്താൻ സാധിച്ചില്ല. യഹൂദരുടെ സെമിത്തേരിയാണിത്. ഈ സെമിത്തേരിയിലേക്ക് ആർക്കും പ്രവേശനമില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സാറ എന്ന ജൂത പെൺകുട്ടിയുടെ ശവകുടീരം ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അവരെല്ലാം ഈ നൻപകലിൽ മയങ്ങട്ടെ. ഇന്ത്യൻ ഇതിഹാസങ്ങളുടെ ചരിത്രം അന്വേഷിക്കുന്ന വിദേശികൾക്കുള്ള മ്യൂസിയവും ഇവിടെ കാണാം. കായ്ക്കറികൾ തരുന്ന കച്ചവടക്കാർ. അവരുടെ ഒരൊറ്റ ദിവസത്തെ ജീവിതം. വിനോദിപ്പിക്കാൻ വേണ്ടി വിമർശനങ്ങൾക്ക് പിടികൊടുക്കാത്തവർ. നിരവധി കച്ചവടക്കാർ. ഇവരൊക്കെ തന്നെയാണ് ഈ ഒരു ദിവസത്തെ മറ്റൊരു പ്രത്യേകത. കണ്ണുള്ളവർ കാണട്ടെ, കണ്ണില്ലാത്തവർ കാഴ്ച തേടട്ടെ. കാൽപ്പനിക കേരളത്തിൻ്റെ കാവ്യാത്മകരെ മാത്രമല്ല കേരളം പടച്ചിരിക്കുന്നത്. കഥകളിയും കൂടിയാട്ടവും കാക്കാരിശിയും കഥ പറച്ചിലും കാഴ്ചകൾ കൊണ്ട് മുറിവുണ്ടാക്കുന്ന ജാലവിദ്യയുമൊന്നും ഇവിടെയില്ല.
കനൽ വരമ്പിൽപ്പെട്ട പുൽച്ചാടിയുടെ ദൃശ്യവിസ്മയം പോലെ എല്ലാവരും ഒരേ കാഴ്ചക്കാർ. അതെ, കണ്ടു ചിരിച്ച് മറക്കുന്നവർ. അവരുടേത് കൂടിയാണ് ഈ ലോകം. കണ്ണുകൾ തുറന്ന് കാണുക തന്നെ ചെയ്യുക. നമ്മളുടേത് കൂടിയാണ് ഈ ലോകം. നല്ലൊരു ദിനം ആശംസിക്കുന്നു.